ബംഗളൂരു മടിവാളയിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവം നിങ്ങൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത്. പെൺകുട്ടിയോടും സുഹൃത്തുക്കളോടുമാണ് ദൃശ്യങ്ങളിൽ മാപ്പ് പറയുന്നത്. വാർത്തകൾക്ക് പിന്നാലെ ഇടപെട്ട കർണാടക പോലീസ് DCPയെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചു വരുത്തി. KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ശ്രീധരൻ, ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ദൃശ്യങ്ങൾ പുറത്തു വന്നു, ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യമൊക്കെ, പിന്നീട് എപ്പോഴാണ് ഈ മാപ്പ് പറയലൊക്കെ നടന്നത്? എന്താണ് പോലീസ് പറയുന്നത് ഇതേപ്പറ്റി? ഈ സംഭവം നടന്ന ദിവസം രാത്രിയിലുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തിരിച്ചെത്തിയ ശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ തന്നെ വലിയ വാർത്തകൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയതിന് പിന്നാലെ പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ തന്നെ അതായത് കന്നഡ, ഹിന്ദി മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഏറ്റെടുക്കാൻ തയ്യാറായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പോയത്. ഇന്നലെ വൈകിട്ട് ഈ DCP മുഹമ്മദ് സാജിദയെ ജോയിന്റ് കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ നിർദ്ദേശപ്രകാരം ജോയിന്റ് കമ്മീഷണർ രമേശ് വിളിച്ചു വരുത്തി. അതിനുശേഷം കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു. തുടർന്ന് ഈ പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും കമ്മീഷൻ ഓഫീസിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കേസിന്റെ അന്വേഷണം വിവാദമായിട്ടുള്ള ഈ മടിവാള സ്റ്റേഷനിലേക്ക്, അതായത് പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥരുള്ള മടിവാള സ്റ്റേഷനിൽ നിന്ന് ആടുകോടി പോലീസ് സ്റ്റേഷനിലേക്ക് കേസിന്റെ അന്വേഷണം മാറ്റിയത്. ഇതുകൂടാതെ DCP മുഹമ്മദ് ഷാജിദയ്ക്ക് ഇതിന്റെ മേൽനോട്ട ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന്, കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ പ്രതി ഹൈനാസ് കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് കർണാടക പോലീസ് നൽകുന്ന വിവരം. കേരളത്തിലേക്ക് ഒരു പോലീസ് സംഘം കർണാടക പോലീസിന്റെ പോയിട്ടുമുണ്ട്. ഏതായാലും വൈകാതെ തന്നെ പ്രതി പിടിയിലാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടിയിൽ നിന്ന് വീണ്ടും ഒരു പരാതി, അതായത് ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് പുതിയൊരു പരാതി വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മടിവാള സ്റ്റേഷനിലെ ചില പോലീസുകാർ പെൺകുട്ടിയുടെ കന്യകാത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദം, അതായത് ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ഒരു പെൺകുട്ടി വന്നാൽ പാലിക്കേണ്ട ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ ആ പെൺകുട്ടിയുടെ അവരെ വളരെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ കുട്ടികൾ തന്നെ ചിത്രീകരിച്ച ഈ മാപ്പിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ, ഈ വാർത്തകളുടെ ഇടപെടലോടുകൂടി ആ പെൺകുട്ടിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കർണാടക പോലീസ് ആദ്യഘട്ടത്തിലെ ആ ഉദാസീന മനോഭാവം അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള ആ നീക്കങ്ങൾ അതല്ലെങ്കിൽ സ്വീകരിച്ച നടപടികൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്.